ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ച് എന്താ മൊത്തത്തിൽ പറയാൻ പറ്റുന്നത്? യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ട്, വനിതകളുടെ പ്രാതിനിധ്യമുണ്ട്. ഇതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ലിസ്റ്റാണ്. അപ്രതീക്ഷിതമായ ലിസ്റ്റാണ്. കാരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ആളുകളെയാണ് ഇവിടെ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനിൽ വലിയ പ്രതീക്ഷയാണ് നൽകപ്പെടുന്നത്. വലിയ കാരണം കെ എം ഷാജി വേഗം വന്നപ്പോൾ ഇവിടെ പാലക്കാട് തറവാട്ടിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ പാലക്കാട് തങ്ങന്മാരെ തറവാട്ടിലെ MLA-മാരാണ്. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ വലിയ പാർട്ടി തന്നു. എല്ലാ സമയത്തും പാർട്ടി നല്ല അംഗീകാരം തന്നു. കുറച്ചുകൂടി മികച്ച അംഗീകാരം ഇത്തവണ തന്നു. പാർട്ടിയുടെ നേതാവ് കുഞ്ഞാലി സാഹിബ് മത്സരിച്ച സീറ്റാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത്. വേങ്ങരക്കാര് വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ MLA-മാരെ ലഭിക്കുമോ? തീർച്ചയായും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വ്യത്യസ്തമായൊരു ലിസ്റ്റാണ് ഇവിടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായും ഇലക്ഷനിൽ നമുക്കത് നേരിടും. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. വലിയ രീതിയിലുള്ള ചരിത്രത്തിലില്ലാത്ത വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അദ്ദേഹം സ്വന്തമായി മാറിയുന്നതാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പാർട്ടിയെ. അതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ പിന്നെ വേങ്ങര സ്വീകരിക്കും. പാർട്ടിയല്ലേ പറയണത്. എല്ലാവർക്കും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കൂട്ടത്തിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. നിയമസഭയിൽ കയറുക എന്നുള്ളത് ഒരു എന്താണ് ചരിത്രത്തിൽ നിയോഗമാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തി വന്ന ഒരു ഉത്തരവാദിത്തമാണ്. അത് പൂർത്തീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയില്ല. നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം. ഇവിടെ ലീഗ് പ്രവർത്തന ആവേശങ്ങൾക്ക് നടുവിലാണ് നേതാക്കന്മാരുള്ളത്. നമുക്കറിയാം, ഈ വേങ്ങര മണ്ഡലത്തിലേക്ക് കെ എം ഷാജിയെ പ്രഖ്യാപിച്ചത് തന്നെയാണ് ഒരുപക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ്. അതിന്റെ ആവേശം ഓരോ പ്രവർത്തകരും നമ്മളോട് കാണിക്കുന്നത്. കാരണം ഇവിടെ